കണ്ണൂർ സർവകലാശാലയിൽ ഗുരുതര ക്രമക്കേട് എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്. കെ-റീപ്പിന്റെ മറവിൽ സർവകലാശാലയിൽ അംഗീകാരം നൽകാത്ത കോഴ്സിന് അഡ്മിഷൻ നൽകുകയും പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കെ-റീപ്പ് വഴി ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ നടന്നതെന്നും മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനം നേടിയിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥികൾ സർവകലാശാല പോലും അറിയാതെ കെ-റീപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സാം രജിസ്ട്രേഷൻ നടത്തി. കെ-റീപ്പ് വഴി തന്നെ അംഗീകാരമില്ലാത്ത കോഴ്സിൽ വ്യാജ അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു എന്നതും വിചിത്രമാണ്. കെ-റീപ്പിന്റെ മറവിൽ എന്തും നടക്കുമെന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നതെന്നും സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്രയിലെ കമ്പനിക്കാണെന്നും സർവകലാശാല കേവലം നോക്കുകുത്തിയായി മാറിയെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത ആകെ തകർന്നുവെന്നും പി മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായ വിശദീകരണം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ കോഴ്സ് അപ്ലിക്കേഷൻ അതിനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ അവർ ഇത്തവണ തന്നെ ഈ അപ്ലിക്കേഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാപ്റ്റർ 5 സ്റ്റാറ്റ്യൂട്ടിലെ ക്രൈറ്റീരിയകൾ അനുസരിച്ച് അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി അതിന് ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടിയ തവണ നൽകാൻ കഴിയില്ല എന്നും നേരത്തെ തന്നെ VC അക്കാര്യത്തിൽ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് അതിന്റെ വിശദീകരണം കോളേജിൽ നൽകട്ടെ. എങ്ങനെ ഈ വ്യാജ അഡ്മിഷൻ നടന്നു, വ്യാജ കോഴ്സിൽ എങ്ങനെ പ്രവേശനം നടന്നു എന്നത് സംബന്ധിച്ചൊക്കെ സർവകലാശാല വ്യക്തമാക്കട്ടെ. അപ്പോ ഇതിന്റെ ബാക്കി കഥകൾ അന്നേരം പറയാം. നമ്മൾ ആദ്യം ഇതിന്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ഇതിൽ നടക്കുന്നത്. സർവകലാശാല ഇപ്പൊ പെട്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ ഗൗരവം നല്ല ബോധ്യമുണ്ട്. ഏത് രീതിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേവലം ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ദിവസം റിസൾട്ട് ചോർന്നതുപോലെ ഇന്നിപ്പോ വ്യാജ കോഴ്സിന്റെ അഡ്മിഷന്റെ വിവരങ്ങൾ പുറത്തു വന്നതുപോലെയല്ല, മറിച്ച് ഇതിനപ്പുറത്തേക്കുള്ള ഗൗരവകരമായ വിഷയങ്ങൾ ഈ കെ-റീപ്പ് പദ്ധതിയുടെ മറവിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടെ ശേഖരിച്ചു വരികയാണ്. MKCL എന്ന മഹാരാഷ്ട്ര കമ്പനിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും ഇല്ലെങ്കിലും ആർക്കും കോളേജും കോഴ്സും ആരംഭിച്ച് വിദ്യാഭ്യാസ കച്ചവടം നടത്താമെന്നതിന്റെ തെളിവാണ് പുറത്തുവരുന്നത്. ഒരു തരത്തിലുള്ള സുതാര്യതയും സുരക്ഷിതത്വവും ഇല്ലാത്ത മഹാരാഷ്ട്ര കമ്പനിയെ എല്ലാം ഏൽപ്പിച്ചതിന് പിന്നിൽ അടിമുടി ദുരൂഹതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കച്ചവടം അനുവദിക്കില്ലെന്നും പുറത്തുവരുന്നത് ക്രമക്കേടിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും പരീക്ഷാഫലം തന്നെ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അംഗീകാരമില്ലാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സംഭവത്തിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തുവരണമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കരൻ, ജില്ലാ വൈസ് പ്രസിഡന്റും സെനറ്റ് അംഗവുമായ ആഷിഖ് അശോകൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു.